എന്തുകൊണ്ടാണ് നമ്മുടെ സെൽഫ് ഇമേജ് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കി. ഒരു കാറ്, ഈ കാറിന് എൻജിൻ തകരാറുണ്ടെന്ന് വിചാരിക്കുക. അത് സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി സ്റ്റാർട്ടാക്കിയെന്ന് വിചാരിക്കുക. കുറച്ച് ദൂരം കഴിയുമ്പോൾ അത് നിന്നു പോകും. ഒരു ഗ്യാരണ്ടിയില്ല. വിശ്വാസത്തോടു കൂടി ഇതുകൊണ്ട് നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ ഒരാളുടെ ഉപദേശപ്രകാരം പുതിയ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കി സുന്ദര കുട്ടപ്പനാക്കി എന്ന് വിചാരിക്കുക. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? കാണാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കതിന് കാര്യമായ പ്രയോജനമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തുദ്ദേശിക്കുന്നു ആ പ്രയോജനം അതിൽ നിന്നുണ്ടാകുന്നില്ല. എൻജിൻ തകരാറുള്ളൊരു വണ്ടിക്ക് നമുക്ക് മെയിൻ്റെനൻസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടത് എൻജിനാണ്. അതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സോ കോൾഡ് പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അഫർമേഷനുകളൊക്കെ. അപ്പോൾ ഞാൻ അഫർമേഷനുകൾക്കോ അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങിനോ എതിരായിട്ട് പറയുകയാണെന്ന് പലർക്കും അത് കേൾക്കുമ്പോൾ തോന്നും. അല്ല, അഫർമേഷൻ ഇതൊക്കെ ആസ് എ ടെക്നിക്ക് അതെല്ലാം പവർഫുള്ളാണ്. അത് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യത്തിനും അതിൻ്റേതായ പ്രയോജനം ഉണ്ടാകുന്നത്. എൻജിൻ പണിയുള്ള ഒരു വണ്ടിക്ക് പുറത്ത് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്ന് പറയുന്നത് പോലെ അപ്പോൾ നമ്മുടെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. ഈ ചിത്രം എന്താണോ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുള്ളൂ. അതിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം, അതോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ബന്ധങ്ങൾ, അതോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ സമ്പത്ത്, അതോട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ തൊഴിൽ അഭിവൃദ്ധി, അതോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ബിസിനസ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമ്മുടെ സെൽഫ് ഇമേജ് എങ്ങനെയാണോ അത്രത്തോളമേ നമുക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ, അത്രത്തോളമേ അതിന് ഗുണം ഉണ്ടാവുള്ളൂ, ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, അത്രത്തോളമേ നമുക്ക് ആ ഫീൽഡിൽ വളരാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സെൽഫ് ഇമേജ് ട്രാൻസ്ഫോം ചെയ്യണം എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. സെൽഫ് ഇമേജ് ട്രാൻസ്ഫോം ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് നമ്മുടെ പ്രോഗ്രാം? തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ സെൽഫ് ഇമേജിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ട്രാൻസ്ഫോം യുവർ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. ഇത് വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. തീർച്ചയായിട്ടും കുറച്ച് നോട്ട്സായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കിട്ടും. പക്ഷേ പ്രധാനമായിട്ടും ഈ പ്രോഗ്രാം എൻറ്റയർ പ്രോഗ്രാം പോകുന്നത് വാട്സാപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിനുള്ളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ സെൽഫ് ഇമേജിനെ കുറിച്ച് നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ വിവരങ്ങൾ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ സ്വയം പരിശീലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ടാവും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. അത് 30 ദിവസത്തേക്കുണ്ട്. ഇതിനോട് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, വളരെ എടുത്തു പറയേണ്ടതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവരെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്കൊരു നല്ല റിമൈൻഡറായിട്ട് നിങ്ങളതിനെ കണക്കിലെടുക്കുക. കാരണം നമ്മൾ തന്നെ പല പുസ്തകങ്ങളും വായിച്ചത് തന്നെ വീണ്ടും വായിക്കാറുണ്ട് അല്ലേ? കാരണം നമുക്കത് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, നമുക്കത് ചിലപ്പം രണ്ടാമതൊന്നും കൂടെ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീപ്പർ ഇൻസൈറ്റ് അതിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലായിരിക്കും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ ഇതൊരു നല്ല ഓർമ്മപ്പെടുത്തലായിട്ട് അതിനെ കണക്കിലെടുക്കുക. കാരണം നിങ്ങളിൽ പല ആൾക്കാരും എനിക്കറിയാം, ഞാൻ ഗ്രൂപ്പിൽ മെമ്പേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ പല ആളുകളും ഓൾറെഡി ട്രെയിനേഴ്സാണ്, ഓൾറെഡി പല പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുള്ളവരും ഒരുപാട് വായിക്കുന്നവരും ഒക്കെയാണ്. ചിലരൊക്കെ എൻ്റെ തന്നെ NLP പ്രാക്ടീഷണർ പ്രോഗ്രാം കഴിഞ്ഞവരും എൻ്റെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അവരൊക്കെ പല കാര്യങ്ങളും കേട്ടതും എന്നിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പരിശീലകരിൽ നിന്നോ അല്ലെങ്കിൽ ബുക്കുകളിൽ നിന്നോ പ്രോഗ്രാമിൽ നിന്നോ ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അത് ഒരു നല്ല ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ അവർക്ക് കിട്ടുന്നൊരു പ്രയോജനം, ഇത് ഞാനൊന്ന് അടുക്കും ചിട്ടയോടും കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രയോജനം, ഓൾറെഡി ആ ഇൻഫർമേഷൻ അറിയാവുന്നവർക്ക്. രണ്ടാമത്, നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പരിശീലന പദ്ധതി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും, ഈ പരിശീലനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ പരിശീലനങ്ങളൊക്കെ നിങ്ങൾക്ക് അത്
കിട്ടുമ്പോൾ വളരെ സിമ്പിളാണല്ലോ എന്ന് തോന്നും. പലപ്പോഴും മനുഷ്യൻ്റെ ഈഗോയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം അതിനോടൊരു പുച്ഛമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെയാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു, ഇത് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം എന്നൊക്കെ നമുക്ക് തോന്നും. നിങ്ങൾക്കറിയാമോ, ഈ ഒരു വലിയ കല്ല് നമുക്ക് ഒരു ചെറിയ കമ്പി ഉപയോഗിച്ച് മറിച്ചിടാൻ പറ്റും. എന്താണ്, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ചെറിയ കല്ല് വെച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ പൊക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കപ്പിയും കയറും കൊണ്ട് നമുക്ക് വെള്ളം കോരുന്ന പോലെ, അതായത് സിമ്പിളായിട്ടുള്ള ചില ടൂൾസ് കൊണ്ട് നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വളരെ വളരെ നിസാരം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ചില പരിശീലനങ്ങൾ. നിങ്ങളതിനെ നിസാരമെന്ന് തള്ളിക്കളയാതെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി പരിശീലിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസാരമാണ്, ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ഇത് പറയുമ്പം ഞാൻ ഓർക്കുന്ന ഇപ്പോൾ ഈ യോഗ ഇൻ്റർനാഷണൽ ഡേ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം യോഗയെക്കുറിച്ച് എപ്പോൾ കണ്ടാലും യോഗയെക്കുറിച്ച് എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. യോഗയെ പുകഴ്ത്തി പറയും, യോഗയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് പറയും, എല്ലാം പറയും. അദ്ദേഹം യോഗ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാനൊരിക്കൽ എന്ത് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രാക്ടീസൊക്കെ, യോഗയുടെ പരിശീലനമൊക്കെ എങ്ങനെ പോകുന്നു? പരിശീലനങ്ങളൊന്നുമില്ല. അതായത് ഇദ്ദേഹത്തിന് യോഗയെക്കുറിച്ച് എല്ലാം അറിയാം, അതിൻ്റെ പ്രയോജനം അറിയാം, അതിൻ്റെ ഫിലോസഫി അറിയാം, അതിൻ്റെ ദാർശനിക വശം അറിയാം, അതെങ്ങനെ ചെയ്യണമെന്നറിയാം, എല്ലാം അറിയാം. പക്ഷേ അദ്ദേഹം അത് പരിശീലിക്കുന്നില്ല. അപ്പോൾ ഈ ടെക്നിക്കുകൾ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പരിശീലിക്കണം. അപ്പോൾ അതിനുള്ളൊരു അവസരമായിട്ട് ഇനി എടുക്കുക. നിങ്ങളൊരു 30 ദിവസം ഏകദേശം 5 മിനിറ്റുള്ള ഓഡിയോസായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 5 മിനിറ്റ് താഴെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയോ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊരു 10 മിനിറ്റ് എല്ലാ ദിവസവും ഈ ഒരു പരിശീലനത്തിന് വേണ്ടി മാറ്റി വെക്കുക. ഓഡിയോ കേൾക്കാനും ആ കേട്ടതിന് ശേഷം ഒന്ന് പരിശീലിക്കാനും ഉള്ള ഒരു സമയം നിങ്ങൾ എല്ലാ ദിവസവും മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറ്റി വെക്കുക. നിങ്ങൾ റിയലി ഒരു മാറ്റത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് ഇരിക്കുന്നതെങ്കിൽ, ഈ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളതിനെ ഗൗരവമായിട്ടെടുക്കുക. നിസാരമെന്ന് തോന്നി അതിനെ അവഗണിക്കാതെ, നിസാരമാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ ഗൗരവമായി പരിഗണിച്ച് ആ പരിശീലനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾക്ക് ഈ 30 ദിവസത്തിന് ശേഷം നിങ്ങൾ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഇന്ന് ഇത് തുടങ്ങുന്ന ദിവസം ഉള്ള ഒരാളായിരിക്കില്ല ഈ 30 ദിവസത്തിന് ശേഷമുള്ള ആൾ. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വീക്ഷണഗതിയെല്ലാം മാറും. നിങ്ങൾ പോലും അറിയാത്ത ചില ആത്മവിശ്വാസം ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും മെച്ചങ്ങളുണ്ട്. അത് 30 ദിവസത്തിന് ശേഷമല്ല കൊണ്ടാണ്. നിങ്ങൾക്ക് അതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ഓരോ മേഖലകളിലും നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകുന്നു, മെച്ചങ്ങളുണ്ടാകുന്നു. ഒരുപക്ഷെ അത് നിങ്ങളുടെ ബന്ധങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസത്തിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ പെർഫോമൻസിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ്സിലോ തൊഴിലിലോ അല്ലെങ്കിൽ പഠനത്തിലോ ഒക്കെ ആയിരിക്കാം. ഏതാണോ നിങ്ങളുടെ മേഖല അതിലെല്ലാം നിങ്ങൾക്ക് ഒരു മെച്ചം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു 30 ദിവസം ഇതിനു വേണ്ടി ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യും. വെറുതെ ഒരു 10 മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി. പക്ഷെ അത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഇനി മനുഷ്യൻ്റെ കാര്യമാണ്, ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് മിസ്സാകാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ദിവസത്തെയും കൂടി അടുത്ത ദിവസം ചെയ്യുക. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ദിവസം പോലും മിസ്സാകാതെ ചെയ്യുക, അതാണ് ഞാൻ നിങ്ങളോട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. പക്ഷേ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ കാര്യമാണ്, ചിലപ്പോൾ ഈവൻ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറൊരു സമയത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ നാളത്തേക്ക് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യുക. ഒരിക്കലും മിസ്സാകാതെ നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസത്തെയും മെസ്സേജസ് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യാമെന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ ലോജിക്കലി എന്തെങ്കിലും കൺവിൻസ് ചെയ്യാൻ ഞാനിവിടെ ശ്രമിക്കുന്നേ ഇല്ല. ഇവിടെ ലോജിക്കൽ കൺവിൻസിങ്ങിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ഈ അറിവുകളൊന്നും
ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ മറ്റു പലയിടത്തുനിന്നും പഠിച്ചതാണ്. ഒരുപക്ഷെ ഞാൻ മറ്റു ഒരു സോഴ്സിൽ നിന്നൊഴികെ പല സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയതിലൂടെ എന്നിലൂടെയാണ് നിങ്ങളിലേക്ക് അത് ഒരുമിച്ച് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ അറിവൊന്നും എൻ്റെ അല്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു കൺവിക്ഷനിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അതായത് എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ പരിശീലിച്ച് എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് സംശയങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. തീർച്ചയായിട്ടും മനുഷ്യന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അഭിപ്രായ വ്യത്യാസത്തിന് തർക്കിച്ച് നമുക്ക് സമയം കളയാനായിട്ട് ഇല്ല. ഞാൻ തർക്കത്തിന് എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കത് ക്ലിയർ അല്ല, നിങ്ങൾക്കതിൽ വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തതയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അതല്ലാതെ ഒരു ക്വസ്റ്റ്യനിങ് എന്നുള്ള രീതിയിൽ ആ ചോദ്യത്തിന് ഞാൻ ഒരിക്കലും റിപ്ലൈ തരില്ല. കാരണം എനിക്ക് നിങ്ങളെ തർക്കിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ധൈഷണീയമായോ നിങ്ങളിൽ ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കൺവിക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ഞാൻ സ്വയം അന്വേഷിക്കുന്നുണ്ട്. എന്നേക്കാൾ അറിവുള്ള ആളുകളോടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ സ്വയം പരീക്ഷണങ്ങൾ നടത്തിയോ ഒക്കെ എനിക്കത് ബോധ്യപ്പെടുന്നത് ശരിയോ തെറ്റോ എന്ന് ബോധ്യപ്പെടുന്നത് വരെ ഞാനതിൻ്റെ പുറകെ പോകും. ഞാനും എല്ലാം അതേപടി വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കണ്ട, അത്രയേ ഉള്ളൂ. നിങ്ങളതിനെ വിട്ടേക്കുക, തള്ളിക്കളയുക, അത്രയേ ഉള്ളൂ എനിക്ക് അതിനകത്ത് പറയാനത്. നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം വിശ്വസിക്കണം, ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് കരുതിക്കണം, അങ്ങനെയല്ല പറയണേ. നിങ്ങൾക്ക് ഒരു ആർഗ്യുമെൻറ്റിന് ഒരു ചാൻസ് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊള്ളാം തള്ളാം, രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാണ്. പക്ഷേ നിങ്ങളുടെ സംശയങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വസ്റ്റ്യനിങ് മെൻറ്റാലിറ്റിയിലായിരിക്കരുത്. അങ്ങനെ അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താൽ ഞാനതിന് റിപ്ലൈ ചെയ്യില്ല ഒരിക്കലും. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ശരിയായി മനസ്സിലായില്ല, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്തൊരു വ്യക്തതയില്ല, എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചോദിക്കുക. ചോദിക്കാൻ മടിക്കാതിരിക്കുക. നിങ്ങൾ ചോദ്യത്തിനല്ല പ്രശ്നം, നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നി ഇനി ഞാൻ ചോദിക്കുന്നത് തെറ്റായി പോകും, അതുകൊണ്ട് ചോദിക്കണോ, അങ്ങനൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. അതായത് നിങ്ങളെ ഒരു എനിമിയായിട്ടല്ല ഞാൻ കാണുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞത് ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ആർഗ്യൂ ചെയ്ത് എനിക്കൊരാളെ ഒന്നും കൺവിൻസ് ചെയ്യാനില്ല, അത് എൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ അത് ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ടോൺ അതിനുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്, നിങ്ങൾ ഒരു ബുക്ക്, ഒരു ഡയറി ആദ്യമേ തുടങ്ങുമ്പോൾ പോലെ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നിരിക്കുന്ന എക്സസൈസുകൾ വേണമെങ്കിൽ എഴുതി ചെയ്യാനുള്ളത് അതിനകത്ത് ചെയ്യാം. നിങ്ങളുടെ ഓരോ ദിവസത്തെ പ്രോഗ്രസ്, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻസൈറ്റൊക്കെ നിങ്ങൾ എഴുതിയിടുന്നത് നിങ്ങൾക്കിതിന് കൂടുതൽ ബെനിഫിറ്റാണ്. അതായത് നിങ്ങൾക്കിതിൻ്റെ ഒരു ഫുൾ ബെനിഫിറ്റ് അതിലൂടെ കിട്ടും. വെറുതെ കേട്ട് ചെയ്തു പോകുന്നതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും ഒരു നോട്ട്ബുക്കിൽ അത് എഴുതി, പോയിൻറ്റ്സ് എഴുതി, അതുപോലെ നിങ്ങൾ ചെയ്തതിനകത്ത് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എഴുതി, നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുന്ന ചില ഇൻസൈറ്റുകളുണ്ട്, അത് എഴുതി ഒക്കെ നിങ്ങൾ പോയാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗുണം, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്കുണ്ടായ ഇൻസൈറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ എഴുതി പോയാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതായത് ഞാൻ തരുന്നതിനേക്കാൾ കൂടുതൽ ഗുണം നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുക. മറ്റൊന്ന്, നിങ്ങൾ തീർച്ചയായിട്ടും അഫർമേഷൻ, ഞാൻ പറഞ്ഞു, പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അഫർമേഷൻ വെറുതെ പറയുന്നതിനപ്പുറം നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റാൻ വേണ്ടി നമുക്ക് അഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഉറക്കെ പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിൽ പറയാം. ഉറക്കെ പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഇറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾ പ്രത്യേകിച്ച് അഫർമേഷൻസൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഉറക്കെ പറയുന്നത് നല്ലതായിരിക്കും. ഇതിലെല്ലാം ഉപരി നിങ്ങൾ സത്യസന്ധമായി, ശരിക്കും നിങ്ങൾക്കൊരു മാറ്റം വരണമെന്നുള്ള ഉറച്ച ആഗ്രഹത്തിൽ സത്യസന്ധമായി ഒരു വിശ്വാസത്തോടെ എന്നിലൊരു ട്രസ്റ്റ് തന്നുകൊണ്ട് ഇതിൽ ഏർപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള ഗുണങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ്, ഇവരോടെല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ
ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർ രക്ഷപ്പെടാതെ നിൽക്കുന്നവർ, മുന്നേറാൻ പറ്റാതെ വരുന്നവർ. നമ്മൾ അവരോട് സംസാരിച്ചാൽ അവർ പല കാരണങ്ങളും പറയും. ചിലപ്പോൾ അവരുടെ കുടുംബ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ സാമൂഹിക പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കാം അവർ പറയുന്നത്, അവർ രക്ഷപ്പെടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള കാരണമെന്ന് പറയുന്നത്. ടോണി റോബിൻസ് പറയുന്ന 3 കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ പ്രശ്നങ്ങൾ മാറാതെ, നമ്മളെ വിട്ടൊഴിയാതെ നിൽക്കുന്നതിൻ്റെ കാരണം 3 കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നമ്മൾ പ്രശ്നങ്ങളെല്ലാം പെർമനൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല, എന്നും ഈ പ്രശ്നം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം തന്നെ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടാൻ തടയും. രണ്ടാമത്, നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മറ്റുള്ളവരാണ് അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളാണ് എന്ന് വിചാരിക്കും, അതും നമ്മുടെ പ്രോഗ്രസ്സിനെ തടയും. മൂന്നാമത്, നമ്മൾ എല്ലാം പേഴ്സണലായിട്ട് എടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വിട്ടൊഴിയാതെ നിൽക്കുന്നതെന്നാണ് ടോണി റോബിൻസ് പറയുന്നത്. ഇത് ശരിയാണ്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ ആ സെൽഫ് ഇമേജ് മാറ്റാൻ നമ്മൾ അവരെ സഹായിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആ ഒരു പ്രക്രിയയിൽ ആണ് ഇപ്പോൾ. അത് വില പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ള പ്രോഗ്രാമുകളിലൊന്നും പങ്കെടുക്കാൻ അവർക്ക് സാഹചര്യമില്ല. മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്താൽ നമുക്ക് അതിനുള്ള റിട്ടേൺ കിട്ടും. ഒരു എക്സ്പെൻസീവായിട്ടൊരു പ്രോഗ്രാം നമ്മൾ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ആ പൈസ തിരിച്ചു കിട്ടണമല്ലോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ് വാട്സാപ്പിലൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ്. വാട്സാപ്പിലൂടെ ചെയ്യുമ്പോൾ അതിന് ചിലവില്ല എന്നല്ല, കാരണം ഞാൻ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ടൈമെന്ന് പറയുന്നത് ഈ 30 ദിവസം നിങ്ങൾക്ക് കിട്ടുന്ന 5 മിനിറ്റ് വീഡിയോയുടെ ടൈമല്ല. എത്രയോ വർഷങ്ങളത്തെ എൻ്റെ പഠനങ്ങളും എൻ്റെ പരിശീലനങ്ങളും എനിക്കത് വെറുതെ വായിച്ചിട്ട്, ഒരു പുസ്തകം വായിച്ചിട്ട് അതേപടി ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അതെൻ്റെ ബോധ്യത്തിലെത്താനായിട്ട് ഞാൻ നടത്തിയ വഴികളുണ്ട്. അത് ശരിക്കും ഒരു വലിയ കഠിനാധ്വാനം തന്നെയാണ്. പക്ഷേ എനിക്കത് കഠിനാധ്വാനമായിട്ട് തോന്നിയിട്ടില്ല, കാരണം എനിക്കിത് ഒരുപാട് താല്പര്യമുള്ള വിഷയമായതുകൊണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാൻ അതിനുവേണ്ടി ഒരുപാട് സമയം, എൻ്റെ മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ മറ്റ് സിനിമ കാണുന്ന സമയങ്ങളോ അല്ലെങ്കിൽ മറ്റ് എൻ്റർടൈൻമെൻറ്റൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ ഇതിന് പുറകെ നടന്നിട്ടാണ്. അങ്ങനെ ഞാൻ ആർജിച്ച എൻ്റെ അറിവ്, അത് ബോധ്യത്തിൽ വരാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ സമയവും എൻ്റെ ഊർജം ഒക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ റിട്ടേൺ ചോദിക്കുന്നില്ല. അപ്പോൾ അത് എക്സ്പെൻസീവാണ്, പക്ഷേ ഞാനതിന് ഒരു മണി ആയിട്ട് തിരിച്ച് വാങ്ങിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ മണി വാല്യൂ അതിന് കൊടുത്തിട്ടില്ല. മണിയായിട്ടല്ല അതിൻ്റെ വാല്യൂ ഞാൻ നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ഞാൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മിഷനിൽ നിങ്ങളും എന്നോടൊപ്പം ചേരുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രയോജനം ഉണ്ടാവും. അത് കൂടുതൽ ആളുകൾക്ക് ആ പ്രയോജനം ഉണ്ടാവട്ടെ. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക, അവരെയും കൂടെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. അങ്ങനെ ഇത് കൂടുതൽ ആളുകളിൽ എത്തി കൂടുതൽ ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടാകട്ടെ. അതിന് നിങ്ങളും എൻ്റെ കൂടെ അണിചേരുക. എല്ലാവരെയും ഞാൻ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരോടും അതിനുവേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.